ഒരു വാർത്ത ഇങ്ങനെ വായിക്കും. ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ പോയി, പക്ഷേ മീനൊന്നുമില്ലാതെ മടങ്ങി വന്നു. ഇത് വാർത്തയാണ്. വാർത്ത അവിടെ അവസാനിക്കുകയാണ്. എന്നാൽ സാഹിത്യം അഥവാ കഥ അവിടെയാണ് തുടങ്ങുന്നത്. കാരണം വീട്ടിലേക്ക് വരുന്ന ആ മത്സ്യത്തൊഴിലാളിയോട് എന്തായിരിക്കും ഭാര്യ ചോദിക്കുന്നത്, അല്ലെ എന്തായിരിക്കും ഈ മത്സ്യത്തൊഴിലാളി പറയുന്നത്? അയാളുടെ കുഞ്ഞുമകൾ അച്ഛ ഇന്ന് എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ അയാൾ എന്താണ് പറയുന്നത്? അപ്പോ കഥ ഒഴിഞ്ഞ വലയിലല്ല, ഭാരം തിങ്ങിയ അയാളുടെ മനസ്സിലാണ് കഥ. അപ്പോൾ അങ്ങനെ കഥകൾ ആവിഷ്കരിക്കുന്ന ഒരു സംവേദനക്ഷമത കഥാകാരനുണ്ടാകണമെങ്കിൽ അവൻ കാര്യങ്ങൾ കാണാൻ പഠിക്കണം. നമ്മുടെ മലയാള സാഹിത്യത്തിലേക്ക് നോക്കുമ്പോൾ ബഷീർ എന്ന അതുല്യ എഴുത്തുകാരൻ എഴുതാൻ തുനിഞ്ഞപ്പോൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണല്ലോ. അദ്ദേഹം രാജകുമാരിയെ അന്വേഷിച്ചില്ല, അന്തഃപുരങ്ങളിലേക്ക് പോയിട്ടുമില്ല. അദ്ദേഹം സാധാരണക്കാരായിട്ടുള്ള ജീവിതങ്ങളെ അന്വേഷിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. അതിലൂടെ അദ്ദേഹം ലോകോത്തര സാഹിത്യം സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തത്. ബഷീറിൻ്റെ എഴുത്തിൽ ചിരിയുണ്ട്, കണ്ണീരുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമ്മൾ ചിരിക്കുകയും ഒപ്പം നമ്മുടെ ഹൃദയത്തിൽ നനവും നമ്മൾ അനുഭവിക്കും. അതിനുശേഷം കടന്നു വരുന്ന എഴുത്തുകാരനാണ് തകഴിയും ഏറ്റവും നല്ല കഥ നേടി വിദേശങ്ങളിലേക്കൊന്നും പോയ ആളല്ല. ഏറ്റവും നല്ല കഥകൾ, മാനവികത മുറ്റി നിൽക്കുന്ന കഥകൾ നമ്മുടെ വെളിപ്പാട് അകലമാത്രം നമ്മുടെ വീട്ടുപടിക്കൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. തകഴി മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളെ കുറിച്ച് എഴുതി, കൃഷിക്കാരെ കുറിച്ച് എഴുതി, കർഷക തൊഴിലാളികളെ കുറിച്ച് എഴുതി. അദ്ദേഹം അവതരിപ്പിച്ച ആ കഥാപാത്രങ്ങൾ എന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ. രാവിലെ കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, മഴയ്ക്ക് വേണ്ടി മുകളിലേക്ക് നോക്കുന്ന കർഷകർ, അതുപോലെ തന്നെ വെയിലത്ത് മൺകുടങ്ങളിൽ വെള്ളം തലയിലേന്തി നടക്കുന്ന സ്ത്രീകൾ, ഇവർക്കൊക്കെ അവരുടെ ജീവിതം സാധാരണമായി തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഈ സാധാരണത്വത്തിൽ നിന്നാണ് അസാധാരണ കഥകൾ തകഴിയുണ്ടാക്കി. ശേഷം വന്ന OV വിജയൻ നമ്മളെ പുതിയ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിച്ചു. അദ്ദേഹം പുതിയ വഴികളിലൂടെ സാഹിത്യത്തിൽ നടക്കാൻ തീരുമാനിച്ചു. പുതിയ ചോദ്യങ്ങൾ ചോദിക്കുവാൻ അദ്ദേഹം തയ്യാറാവുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം വന്ന MG വാസുദേവൻ നായർ നിശബ്ദതയുടെ സൗന്ദര്യമാണ് നമ്മളെ പഠിപ്പിച്ചത്. പലപ്പോഴും ധാരാളം എഴുതിയിട്ടുള്ള ആ വലിയ കഥാകൃത്ത് എൻ്റെ ഒരു കഥയിൽ പറയുമ്പോൾ, വാർദ്ധക്യത്തിലെത്തിയ അച്ഛനെ ചെറുപ്പക്കാരനായ മകൻ നോക്കുന്നു. അവർ തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ വായനക്കാർക്കെല്ലാം മനസ്സിലായി. വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ മനസ്സിലാകാത്ത ഒരു ഘടകവുമില്ല. ഇത് തിരിച്ചറിഞ്ഞ് മൗനം സംഗീതമായി ആവിഷ്കരിച്ച സൃഷ്ടാവാണ് MT വാസുദേവൻ. അതിനുശേഷം കഥയോ സാഹിത്യമോ നിന്നു പോയിട്ടില്ല. ശേഷം വന്ന NS മാധവൻ പരിഹാസത്തോടെയും
സൂക്ഷ്മബുദ്ധിയോടെ സമൂഹത്തെ നോക്കിക്കാണണമെന്നും നമ്മളെ പഠിപ്പിച്ചു. വിശേഷം നമ്മുടെ ചെറുപ്പക്കാരനായിട്ടുള്ള യുവ നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ, അദ്ദേഹം ആഴമേറിയ സ്നേഹവും മനുഷ്യൻ്റെ കുറ്റബോധവും അത്തരം അംശങ്ങൾ സാഹിത്യത്തിൽ കൊണ്ടുവരികയും നമ്മളെ വിസ്മയിപ്പിക്കുകയും ചെയ്തു. അതുപോലെ സന്തോഷിച്ചിക്കാനും സാധാരണ ആളുകൾ കാണാത്ത ജീവിത സത്യങ്ങളിൽ സന്ധികളിൽ നിന്നും പുതിയ കവിത തീർക്കുന്ന സാഹിത്യകാരനാണ്. അപ്പോൾ ഇവരെല്ലാം നമ്മളെ കാണാൻ പഠിപ്പിച്ചത്. ഇവരെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള രചനാ രീതികൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇവർക്കെല്ലാം പൊതുവെയുള്ള ഗുണം മനുഷ്യനെ കാണാൻ, മനുഷ്യനെ പഠിക്കാൻ അവർ കൂടുതൽ ജിജ്ഞാസുക്കളായി, തൽപരരായി. അതാണ് കഥാകാരന്മാർ ഇവരിൽ നിന്നും പഠിക്കുക.